നമസ്കാരം. ഈസി റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമ്മളിന്ന് ഒരു വെറൈറ്റി പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടാലോ? ഇതിന് വേണ്ടിയിട്ട് 3 പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വട്ടത്തിൽ ചെറുതായിട്ട് നുറുക്കിയെടുക്കാം ഇതുപോലെ. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മധുരമൊക്കെ നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട്. ഇനി 3 ടേബിൾ സ്പൂൺ മൈദ പലതവണയായിട്ടിട്ടിട്ട് ഇതൊട്ടും കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സ്ക്യൂവറാണ്. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ. ഇനി ഇതില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈർക്കിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവേ. ഇനി പഴനുറുക്കിൻ്റെ ഒരു സൈഡിൽ കൂടി ഇതൊന്ന് കൊരുത്തെടുക്കണേ. 2-3 എണ്ണം. കൂടുതലായി കഴിഞ്ഞാൽ നമുക്കൊന്ന് വറുത്തെടുക്കാൻ ബുദ്ധിമുട്ടാവുമേ. ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് പൊടിച്ചതാണ്. ഇത് ബ്രെഡ് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതാണ്. ഇനി നമുക്ക് ഈ പഴത്തിന് മീതെ ഈ മുട്ടക്കൂട്ടൊന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും മുകളിലും താഴെയെല്ലാം നല്ലതുപോലെ ആകുന്നത് പോലെ മുട്ടക്കൂട്ട് കോരി ഒഴിച്ചു കൊടുക്കണേ. ഇനിയിപ്പോൾ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് അതിനകത്തോട്ടൊന്ന് ഇറക്കി മുക്കിയെടുത്താലും മതിയാവും. പക്ഷെ അതാകുമ്പം അല്പം അളവ് കൂടുതൽ വേണ്ടി വരും. അതിനുശേഷം കൂടുതൽ വരുന്നതൊന്ന് തട്ടി കളഞ്ഞ ശേഷം നമുക്കിത് ബ്രെഡ് പൊടിയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഇപ്പോൾ ഈ ബ്രെഡ് ഒന്ന് വറുത്തെടുക്കുന്നതിന് പകരം പച്ച ബ്രെഡ് ആണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. മുട്ടക്കൂട്ട് ബാക്കിയുണ്ടെങ്കിൽ നമുക്കത് പാൻ കേക്ക് ആക്കി എടുക്കാം കേട്ടോ. ഞാനിനി ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതെല്ലാം ഇതിനകത്തേക്ക് ഇട്ടിട്ടൊന്ന് മൊരിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഒരു സൈഡായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിടാം. ഇതിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് മൊരിച്ചെടുക്കണം കേട്ടോ. കൂടുതൽ എണ്ണയിലാണെന്നുണ്ടെങ്കിൽ നമുക്കിത് 1-2 തവണയൊന്ന് തിരിച്ചിട്ടാൽ മതിയാകും. ഇതിപ്പോൾ എല്ലാ സൈഡും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും വറുത്തെടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ ഈ കമ്പിലൊക്കെ കോർത്തൊക്കെ ഉണ്ടാക്കിയെടുത്ത് കൊടുക്കുന്നത്. പക്ഷേ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, വായിലൊന്നും കൊള്ളാതെ നോക്കണേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.